ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഓട്ടമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ റിലീസ്. അപ്പം നേരെ പടത്തിന് പോകാമെന്ന് വിചാരിച്ചു. കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവനും കൊണ്ട് പറഞ്ഞു. അങ്ങനെ 11:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ 11:45 ആയപ്പോൾ തിയേറ്ററിലെത്തി. തിയേറ്ററിൽ പൊതുവേ തിരക്ക് കമ്മിയായിരുന്നു കേട്ടോ. കാരണം ഷൊർണൂർ 2 തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. നമ്മൾ അനുരാഗിലേക്കാട്ടോ പോയത്. 12 മണിക്കാണ് ഷോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി കേട്ടോ. പടം എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയാം കേട്ടോ. ഉള്ളിൽ കയറിയപ്പോൾ സീറ്റൊക്കെ ഒരുവിധം കാലിയായിരുന്നു കേട്ടോ. 11 മണിക്ക് വേറെ ഷോ ഉണ്ട്, ഇത് 12 മണിയുടെ ഷോ ആയിരുന്നു. പിന്നെ പടത്തിൻ്റെ റിവ്യൂ ഒന്നും വന്നിട്ടില്ലല്ലോ, എങ്കിലും ആൾക്കാർ കമ്മിയായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷെ പടം തുടങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനും വിനായകനും ഇവർ രണ്ടുപേരേ ഉള്ളൂ. രണ്ടുപേരും സ്ക്രീനങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരാളെ കാണിക്കുമ്പോഴേക്കും അടുത്ത ആളെ കാണിക്കും. അല്ലാതെ വേറെ മറ്റുള്ള ആക്ടേഴ്സിനൊന്നും അവിടെ ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. മെയിനായിട്ട് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനി എന്താ ചെയ്യുക, മമ്മൂട്ടിയുടെ ഒക്കെ ആ നെഗറ്റീവ് റോള് ഒന്നും പറയാനില്ല. സീരിയൽ കില്ലറായിട്ട് മമ്മൂട്ടി അങ്ങോട്ട് തകർക്കുക കേട്ടോ പടത്തില്. അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വിനായകനും. അയ്യോ, മമ്മൂട്ടി തിരഞ്ഞെടുത്ത റോൾ എന്തായാലും നെഗറ്റീവ് കഥാപാത്രമാണ് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത പടം കേട്ടോ. ഡയറക്ടർക്ക് ഒരു പേടിയും മേടിക്കണം. കാരണം ഒരു സൈഡ് മമ്മൂട്ടിയും ഒരു സൈഡ് വിനായകനും, അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. പിന്നെ വേറെ ആൾക്കാർക്ക് അവിടെ റോളില്ല എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെ കേട്ടോ. കാരണം മമ്മൂട്ടിയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അതിനൊത്ത് വിനായകനും.